സാനിങ്ങി സ്പീക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹെർക്കുലീസിന്റെ കഠിന ജോലികളിൽ അവസാനത്തെ 2 എണ്ണം കൂടിയാണ് ബാക്കിയുള്ളത്. ആ കഥകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജിറിയോണിന്റെ കാലിക്കുട്ടങ്ങളെ പിടിച്ചുകൊണ്ട് വരിക എന്നുള്ളതായിരുന്നു 10ാമത്തെ ജോലി. അത് കഴിഞ്ഞിട്ട് 11ാമതായിട്ട് യുറിസ്തിയസ് ഏൽപ്പിച്ച ജോലി ഹെസ്പെറൈഡിസിന്റെ ആപ്പിളിനെ കൊണ്ടുവരിക. ആപ്പിൾ ഓഫ് ദി ഹെസ്പെറൈഡിസ്. ആരാണ് ഈ ഹെസ്പെറൈഡിസ്? ആ കഥയിലേക്ക് നമുക്ക് ആദ്യം ഒന്ന് പോയി നോക്കാം. അറ്റ്ലസിനെ നമുക്ക് എല്ലാവർക്കും ഓർമ്മയില്ലേ? ആകാശത്തിന്റെ ഭാരം ചുമലിൽ താങ്ങാൻ വിധിക്കപ്പെട്ട ശക്തനായ ടൈറ്റൻ. ടൈറ്റനായ അറ്റ്ലസിനും ചില കഥകൾ പ്രകാരം നിക്സ് എന്ന രാത്രിക്കും, അല്ലെങ്കിൽ മറ്റു ചില കഥകൾ പ്രകാരം ഹെസ്പെറൈസ് എന്ന് പറയുന്ന ഒരു ദേവതയ്ക്കും ഉണ്ടായ കുട്ടികളാണ് ഈ ഹെസ്പെറൈഡിസ് എന്ന് പറയുന്നത്. ഇനി ഈ ഹെസ്പെറൈഡിസ് കാക്കുന്ന ആപ്പിൾ തോട്ടം ഉണ്ടല്ലോ, ആ ആപ്പിൾ തോട്ടം എങ്ങനെ ഉണ്ടായെന്നൊരു കഥയുണ്ട്. സ്യൂസിന്റെയും ഹെരയുടെയും വിവാഹ സമയത്ത് ഭൂമി ദേവതയായ ഗയ അവർക്ക് സമ്മാനമായി കൊടുത്തതാണ് ഈ ആപ്പിൾ ചെടി. അത് ഒരു ആപ്പിൾ തോട്ടത്തിൽ ഉണ്ടാക്കി അതിൽ നട്ടുപിടിപ്പിച്ച് അതിന് കാവലാളായിട്ട് ഹെസ്പെറൈഡിസിനെ നിയോഗിച്ചു ഹെര. ഹെസ്പെറൈഡിസിന് എത്ര വിശ്വാസമില്ലാഞ്ഞെന്തോ ലേഡൺ എന്നു പേരായ മറ്റൊരു വീരജീവിയെ കൂടി, ഒരു ഡ്രാഗൺ ആണ്, അതിനെ കൂടി ഹെര നിയോഗിച്ചിട്ടുണ്ടായിരുന്നു ഈ ആപ്പിളിന്റെ കാവലിന്. എന്താ ഈ ആപ്പിളിന്റെ പ്രത്യേകത? ഇത്ര വിശിഷ്ടമായ ആപ്പിള്. ഈ ആപ്പിള് കഴിച്ചാൽ നമ്മൾ അനശ്വരരായി തീരും. അതായത് ദേവന്മാർക്ക് മാത്രമുള്ള ആ ഒരു പ്രോപ്പർട്ടി മനുഷ്യന്മാർക്കും കിട്ടും ആപ്പിള് കഴിച്ചാൽ. അതുകൊണ്ട് തന്നെ ഇത് മോഷ്ടിക്കാൻ ആൾക്കാർ വന്നിട്ടുണ്ട്. അവരെയൊക്കെ എതിരിടാൻ വേണ്ടിയിട്ടാണ് ലേഡനെ നിയോഗിച്ചിരിക്കുന്നത്. ഈ ആപ്പിൾ തോട്ടത്തിൽ നിന്ന് ആപ്പിൾ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു യുറിസ്തിയസ് ഹെർക്കുലീസിനെ ഏൽപ്പിച്ച 11ാമത്തെ ജോലി. ഈ ആപ്പിളിന്റെ കഥ ആദ്യമായിട്ടല്ല നമ്മൾ കേൾക്കുന്നത്. ഹെരയെ പറ്റിയുള്ള വീഡിയോയിൽ ഇതിനെപ്പറ്റി പറഞ്ഞിരുന്നു. നദീദേവതയായ തെറ്റിസിന്റെ വിവാഹ സമയത്ത് തന്നെ ക്ഷണിക്കാത്തതിൽ പ്രതിഷേധിച്ച് അലോസരത്തിന്റെ ദേവതമാർക്കിടയിൽ വഴക്കുണ്ടാക്കാനായിട്ട് ഒരു ആപ്പിൾ കൊണ്ടിട്ടതും അതിന്റെ പേരിൽ ആഫ്രഡൈറ്റി ഹെരയും എഥിനെയും കൂടെ വഴക്കായതും അത് പിന്നെ ട്രോജൻ യുദ്ധത്തിലേക്ക് കലാശിച്ചതും എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ആപ്പിള് കണ്ടുപിടിക്കാനായിട്ട് ആപ്പിൾ തോട്ടം എവിടെയാണെന്ന് അറിയണ്ടേ? ഹെരയുടെ നട്ടു വളർത്തിയിരിക്കുന്ന തോട്ടമാണ്. ഹെസ്പെറൈഡിസ് കാവൽ നിൽക്കുന്നു. അപ്പൊ എന്തായാലും ഭൂമിയിലൊന്നും ആവില്ല. ഇതിന് വഴി കണ്ടുപിടിക്കാനായിട്ട് ഹെർക്കുലീസ് ആരെയാണ് സമീപിച്ചെന്നറിയാമോ? നമ്മുടെ കാക്കസസ് പർവ്വത നിരയില് എല്ലാ ദിവസവും ഒരു കഴുകന്റെ കുത്തിപ്പറിക്കൽ കൊണ്ട് കഷ്ടപ്പെട്ട് കിടക്കുന്ന ഒരു വീരനായ മനുഷ്യനില്ലേ, നമ്മുടെ പ്രോമിത്യൂസിന്റെ അടുത്തേക്കാണ് ചെന്നത്. പ്രോമിത്യൂസിന്റെ കഥ പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നില്ലേ, പിന്നീട് കുറെ കാലങ്ങൾക്ക് ശേഷം ഒരു വീരൻ വന്ന് പ്രോമിത്യൂസിനെ ആ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ആ സമയത്ത് പ്രോമിത്യൂസിന്റെ കരളിനെ കാർന്നുകൊണ്ടിരുന്ന കഴുകനെ ഹെർക്കുലീസ് കൊന്നുകളഞ്ഞു. അഡമാൻഡിയം ലോഹങ്ങൾ ഉണ്ടാക്കിയ ആ ശക്തമായ ചങ്ങലകള് നിന്ന് മോചിപ്പിച്ചു ഹെർക്കുലീസ് പ്രോമിത്യൂസിനെ. എന്താ പ്രോമിത്യൂസിനെ മോചിപ്പിക്കാൻ വന്ന ആളിനെതിരെ സ്യൂസ് ഒന്നും ചെയ്യാത്തത്? സ്യൂസിനെ പ്രിയപ്പെട്ട പുത്രനല്ലേ ഹെർക്കുലീസ്. മാത്രമല്ല കാലങ്ങൾക്ക് ശേഷം പ്രോമിത്യൂസിന് അങ്ങനെ ഒരു മോചനം ഉണ്ടായിക്കോട്ടെ എന്ന് സ്യൂസ് വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷെ എന്തായാലും ഈ ഹെസ്പെറൈഡിസിന് അടുത്തേക്ക് എത്താനുള്ള വഴി അറ്റ്ലസ് മാത്രമാണെന്ന് പ്രോമിത്യൂസ് നമ്മുടെ ഹെർക്കുലീസിനോട് പറഞ്ഞു. അങ്ങനെ അറ്റ്ലസിന് അടുത്തേക്ക് പോകാനുള്ള വഴിയും പറഞ്ഞു കൊടുത്തു. പ്രോമിത്യൂസിന്റെ വഴിയെ പോയി, ഹെർക്കുലീസ് തന്റെ വഴിയേയും പോയി. ഹെർക്കുലീസ് അറ്റ്ലസിനടുത്തെത്തി. അറ്റ്ലസ് ഈ താങ്ങാനാവാത്ത ഭാരവും താങ്ങിക്കൊണ്ട് കഷ്ടപ്പെട്ട് നിൽക്കുകയല്ലേ. അപ്പോഴാണ് ഒരു വീരന്റെ വരവ്. ഹെസ്പെറൈഡിസിന്റെ തോട്ടത്തിൽ പോയി ആപ്പിള് തനിക്കായി കൊണ്ടുതരാമോ എന്ന് ഹെർക്കുലീസ് ചോദിച്ചു. പിന്നെന്താ, ഒരു പ്രശ്നവുമില്ല, ഞാൻ ഇപ്പൊ കൊണ്ടുതരാം. കുറച്ചു നേരത്തേക്ക് ഈ ആകാശത്തിന്റെ ഭാരം നീ ഒന്ന് താങ്ങിയാൽ മതി. നിന്നെ കൊണ്ട് അതിനാവോ? ഹെർക്കുലീസ് അല്ലേ വീരന്മാരിൽ വീരൻ, ശക്തന്മാരിൽ ശക്തൻ. എന്താ പ്രയാസം? ഹെർക്കുലീസ് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ആകാശത്തിന്റെ ഭാരം തോളിൽ താങ്ങാമെന്ന് സമ്മതിച്ചു. അത് ചെയ്തു. അറ്റ്ലസ് പാട്ടും പാടി നേരെ ഹെസ്പെറൈഡിസിന്റെ ആപ്പിൾ തോട്ടത്തിലേക്ക് പോയി. ചില കഥകൾ പ്രകാരം അറ്റ്ലസ് ആണ് ഹെസ്പെറൈഡിസിന്റെ തോട്ടത്തിൽ പോയതും ആപ്പിൾ എടുത്തുകൊണ്ട് വന്നതും. പക്ഷെ മറ്റു ചില കഥകൾ പ്രകാരം ഹെർക്കുലീസ് തന്നെ പോയി ലേഡോണിനോട് യുദ്ധം ചെയ്യുകയും പിന്നീട് അവിടുന്ന് ആപ്പിൾ എടുത്തുകൊണ്ട് വരികയായിരുന്നു. എന്തായാലും അറ്റ്ലസിന്റെ രീതിയിലാണെങ്കിൽ അറ്റ്ലസ് ആപ്പിൾ കൊണ്ടുവന്നു. പക്ഷെ ആകാശത്തിന്റെ ഭാരം തിരികെ വാങ്ങിക്കാൻ പുള്ളിക്ക് ഉദ്ദേശമില്ലായിരുന്നു. ഹെർക്കുലീസ് പക്ഷെ വീണ്ടും തന്ത്രത്തിൽ കുറച്ചു നേരത്തേക്ക് ഈ തോളിന്റെ ഭാരവും ആ ലെവലും ഒന്ന് ശരിയാക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നിടത്തേക്ക് മാത്രം ഒന്ന് പിടിക്കുമോ, അതിനുശേഷം ഞാൻ പിടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ആശാനെ പറ്റിച്ചു. ആകാശത്തിന്റെ ഭാരം അറ്റ്ലസിനെ തന്നെ ഏൽപ്പിച്ച് ഹെർക്കുലീസ് യുറിസ്തീസിനടുത്തേക്ക് പോയി. കൂടത്തില് പേടിച്ചിരണ്ടിരിക്കുന്ന യുറിസ്തീസിനടുത്തേക്ക് ആപ്പിളുമായിട്ട് ചെന്നു. പക്ഷേ ഈ ആപ്പിള് കഴിക്കാൻ ഭയമാണ് യുറിസ്തീസിന്. കാരണം ഇത് ദേവന്മാരുടെ ഒരു പ്രോപ്പർട്ടിയാണെന്ന് അദ്ദേഹത്തിന് അറിയാം. ഈ ആപ്പിള് തിരികെ ദേവലോകത്തേക്ക് തന്നെ കൊണ്ടുപോയി പിന്നീട് അഥീന എന്നാണ് കഥകളിൽ പറയുന്നത്. അത് ഭൂമിയിലേക്ക് കൊണ്ടുവന്നെങ്കിലും മനുഷ്യന്മാർക്കൊന്നും ഇമോർട്ടാലിറ്റി കിട്ടാൻ ആ ആപ്പിൾ പ്രയോജനപ്പെട്ടില്ല എന്ന് സാരം. അപ്പോൾ അവസാനത്തെ കഥയിലേക്ക് അവസാനത്തെ ജോലിയിലേക്ക് കിടക്കുകയാണ് നമ്മൾ. ഹെർക്കുലീസിന്റെ സഞ്ചാരം ഭൂമിയിൽ ഒരുപാട് ഇടത്തുണ്ടായി. ഇപ്പൊ ദാ സ്വർഗത്തിലും പോയി ആപ്പിള് തപ്പി.
ഇനി ഒരു ലോകത്തും കൂടിയേ പോകാനുള്ളൂ. എവിടെയാണ്? നമ്മുടെ ഹെയ്ഡിസിന്റെ ലോകത്തേക്ക്. അവിടേക്കാണ് യൂറിസ്തിയസ് ഹെർക്കുലീസിനെ അടുത്തതായിട്ട് പറഞ്ഞു വിട്ടത്. ഹെയ്ഡിസിന്റെ അടുത്ത് ചെല്ലുക, എന്നിട്ട് സെർബറസിനെ പിടിച്ചുകൊണ്ട് വരിക. ചെറിയ പണിയായിപ്പോയി അല്ലേ? ഭൂമിയുടെ ഏതറ്റത്ത് പോകുന്നത് പോലെയോ സ്വർഗത്തിൽ പോകുന്നത് പോലെയോ അല്ല, മരണാനന്തര ലോകത്തേക്കാണ് പോകേണ്ടത്. അതിന് സാധാരണ മോർട്ടൽസിനൊന്നും കഴിയുന്നതല്ല. അതിനായിട്ട് എലിയൂസീനിയൻ ആൾക്കാരുടെ അടുത്തേക്ക് ചെന്നു ഹെർക്കുലീസ്. നമ്മുടെ ഡിമീറ്ററിന്റെ ഒരു കൾട്ടുള്ള സ്ഥലമാണ് ഈ എല്യൂസിസ് എന്ന് പറയുന്നത്. അവിടുത്തെ എല്യൂസീനിയൻ മിസ്റ്ററീസ് കുറെ ആചാരങ്ങളൊക്കെ ഉണ്ട്. അതുവഴി കടന്നു ചെന്നാൽ മരണാനന്തര ലോകത്തിലേക്കും ആൾക്കാർക്ക് പോകാൻ പറ്റുന്നൊക്കെയാണ് വിശ്വാസം. എന്തായാലും ഹെർക്കുലീസ് ആ ക്രിയകളിലൂടെയൊക്കെ കടന്നുപോയി അങ്ങനെ മരണാനന്തര ലോകത്തേക്ക്, ഹെയ്ഡിസിന്റെ ലോകത്തേക്ക് പോകാൻ പറ്റിയെന്നാണ് വിശ്വാസം. പെർസിഫോണിയും ഹെയ്ഡിസും അല്ലേ മരണാനന്തര ലോകത്തിന്റെ കാവൽക്കാര്. അവർക്ക് ഹെർക്കുലീസിന്റെ വീരസാഹസിക കഥകളെല്ലാം അറിയാം. ഒരു ജോലിയായിട്ടാണ് ഇത് കിട്ടിയിരിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ സെർബറസിനെ കൊണ്ടുപോകുന്നതിന് ഹെയ്ഡിസ് വിസമ്മതമൊന്നും കാണിച്ചില്ല. പക്ഷെ കുഴപ്പങ്ങളൊന്നും കൂടാതെ അവനെ കൊണ്ടുപോകണം, ബലം പ്രയോഗിച്ച് കൊണ്ടുപോയിക്കൊള്ളുക, പക്ഷെ ആയുധങ്ങളൊന്നും എടുക്കാൻ പാടില്ല. ഹെയ്ഡിസ് സമ്മതിച്ചു എന്ന് വെച്ചിട്ട് സെർബറസ് എളുപ്പത്തിൽ അങ്ങ് പോകണമെന്നുണ്ടോ? അത് മാത്രമല്ല, സെർബറസിന്റെ ഒരു സഹോദരനെ കൊന്നിരിക്കുകയാണ് ഹെർക്കുലീസ്. ഓർക്കുന്നില്ലേ, നമ്മുടെ ജെറിയോന്റെ കാറ്റിൽ എടുക്കാൻ പോയപ്പം ഓർത്തസ് എന്ന് പറയുന്ന 2 തലയുള്ള ഒരു നായയെ കൊന്ന കഥ? അത് ഓർത്തസ് നമ്മുടെ സെർബറസിന്റെ സഹോദരനാണ്. ഓർത്തസിന് 2 തല, സെർബറസിന് 3 തല. തലയ്ക്കും കൈക്കും കാലിനും ഒന്നും കുറവില്ല ഗ്രീക്ക് ഇതിഹാസങ്ങളിലെ കഥകളിലും കഥാപാത്രങ്ങൾക്കും ഒക്കെ. ഹെയ്ഡിസിന്റെ സാമ്രാജ്യത്തിൽ ചെന്നപ്പോ 2 വീരന്മാരെ കൂടി കണ്ടുമുട്ടി ഹെർക്കുലീസ്. ആരൊക്കെയാണെന്ന് അറിയാമോ? തീസിയസ്, ഏഥൻസിന്റെ വീരനായകൻ തീസിയസും കൂട്ടുകാരൻ പെരിത്തൗസും. 2 പേരും ഓരോ കുരുത്തക്കേട് കാണിച്ച് കഷ്ടപ്പാടായിട്ടിരിക്കുകയാണ് ഹെയ്ഡിസില്. അവിടെ നിന്നും തീസിയസിനെ തിരികെ ലോകത്തിലേക്ക് കൊണ്ടുവരാൻ ഹെർക്കുലീസിന് കഴിഞ്ഞു. പെരിത്തൗസ് ശിക്ഷ കാരണം അവിടെ തന്നെ കുടുങ്ങിപ്പോയി. ആ കഥ നമുക്ക് തീസിയസിന്റെ കഥ പറയുമ്പോൾ വിശദമായിട്ട് പറയാം. ഇപ്പൊ നായകൻ ഹെർക്കുലീസ് അല്ലേ. കാര്യം സെർബറസിനെയൊക്കെ കൊണ്ടുപോകാൻ സമ്മതിച്ചു ഹെയ്ഡിസ്. പക്ഷെ ഒറ്റ നിബന്ധന മാത്രം, ആയുധങ്ങൾ ഉപയോഗിക്കാതെ അവനെ കീഴടക്കിക്കൊള്ളണം. ഹെർക്കുലീസ് സമ്മതിച്ചു. കുറച്ച് കഠിന പ്രയത്നത്തിന് ശേഷമാണെങ്കിലും ഹെർക്കുലീസിന് അത് സാധിച്ചു. അങ്ങനെ സെർബറസുമായിട്ട് ഹെർക്കുലീസ് യൂറിസ്തിയസിന്റെ അടുത്തേക്ക് എത്തി. ഭരണിയിൽ നിന്ന് പുറത്തേക്കൊന്ന് നോക്കാൻ പോലും തയ്യാറായില്ല യൂറിസ്തിയസ്. 3 തലയുള്ള ഹെയ്ഡിസിന്റെ നായയുമായിട്ടാണ് വരുന്നത്. ഹെയ്ഡിസ് എന്നുള്ള വാക്ക് തന്നെ വളരെ പേടിച്ചുച്ചിരിച്ചിരുന്ന ഗ്രീക്കുകാരുടെ ഇടയിലേക്കാണ് ഈ നായയുമായിട്ട് ഹെർക്കുലീസ് വന്നതെന്ന് ഓർക്കുക. എന്തായാലും കുഴപ്പങ്ങളൊന്നും കൂടാതെ തിരികെ സെർബറസിനെ ഹെയ്ഡിസിന്റെ ലോകത്തേക്ക് തന്നെ ഹെർക്കുലീസ് പറഞ്ഞു വിട്ടു. ഹെർക്കുലീസിന്റെ ജോലികളിൽ നിന്നെല്ലാം അയാൾക്ക് മോചനമായി. ഭാര്യയും മക്കളെയും കൊന്ന കുറ്റത്തിനുള്ള പ്രായശ്ചിത്തം കഴിഞ്ഞു. എന്തോ ഒരു വലിയ പ്രായശ്ചിത്തമാണല്ലേ. വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന പ്രദേശങ്ങളൊക്കെ സഞ്ചരിച്ച് ഭൂമിയിലും സ്വർഗത്തിലും നരകത്തിലും വരെ പോയിട്ട് വന്ന കുറേ ജോലികൾ. ഹെർക്കുലീസിന്റെ കഥകള്, ആ 12 വലിയ ജോലികൾ ഉൾപ്പെടെയുള്ളത് ഇന്ന് അവസാനിക്കുകയാണ്. ഹെർക്കുലീസിനെ പറ്റിയുള്ള വീഡിയോ കുറച്ച് നീണ്ടുപോയെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ആ 12 കഠിന ജോലികളിലൂടെയും അല്ലെങ്കിൽ ഹെർക്കുലീസ് കടന്നുപോയ പ്രയത്നങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ അത്രയും വലിപ്പം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തീരെ ചുരുക്കേണ്ടി വരും. അതുകൊണ്ടാണ് 3-4 വീഡിയോകളായിട്ട് അതിനെ പകുത്തുവെച്ചത്. അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു വീരന്റെയോ വീരത്തിയുടെയോ കഥകളിലേക്ക് പോകാം. സാരംഗി സ്പീക്സിലെ പുതിയൊരു ഗ്രീക്ക് മിത്തോളജി വീഡിയോ ആയിട്ട് തിരികെ വരും വരേക്കും ടേക്ക് കെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.